പനിയും ഛർദിയും ബാധിച്ച് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ +1 വിദ്യാർത്ഥിനി മരിച്ചു. വടകര സ്വദേശി ഫൈസലിന്റെ മകൾ ധാന ഇഷാനാണ് മരിച്ചത്. വിഷം ഉള്ളിൽ ചെന്നാണ് മരണം എന്നാണ് സംശയം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, ഇതൊരു അസ്വാഭാവിക മരണമാണ് എന്ന നിഗമനമാണോ പോലീസിനുള്ളത്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ 11-ാം തീയതിയാണ് 11/1/2026 വടകര നട്ട് സ്ട്രീറ്റ് സ്വദേശിയായിട്ടുള്ള 16-കാരിയായിട്ടുള്ള ധാന ഇസാനെ പനിയും ഛർദിയും ബാധിച്ചതിനെ തുടർന്ന് വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തൊട്ട് പിറ്റേ ദിവസം ഈ പനിയും ഛർദിയും കൂടിയതിനെ തുടർന്ന് അവിടെ നിന്ന് അസുഖം ഭേദമാകാത്തതിനാൽ പിറ്റേ ദിവസം കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തൊട്ട് പിറ്റേ ദിവസം ഒരു ദിവസം കൂടി കഴിഞ്ഞ സമയത്ത് 13-ാം തീയതി ഇന്ന് കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കുട്ടിയുടെ ശരീരത്തിൽ വിഷാംശമുണ്ട് എന്നൊരു നിഗമനമാണ് ഡോക്ടർമാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ യഥാസ്ഥിതി എന്താണ് എന്നറിയുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കുന്നു എന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അറിയാൻ വേണ്ടി സാധിക്കൂ. എന്താണ് യഥാർത്ഥ മരണകാരണം, ശരീരത്തിൽ വിഷാംശം എത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് പോലീസ് സ്റ്റേഷനുമായി ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചോറോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായിരുന്നു ധാന ഇസാൻ. ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.